നിലവിൽ പ്രവർത്തനരഹിതമായി കിടന്നിരുന്ന 10 നില ഹോട്ടലിൽ യുവതിയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച് 2 യുവാക്കൾ പെൺകുട്ടി അലറി വിളിച്ച് നഗ്നയായി പുറത്തേക്കിറങ്ങി ഓടി. പിടികൂടുന്നതിനിടയിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികൾ പോലീസിന്റെ കസ്റ്റഡിയിൽ. കൊച്ചിയിലാണ് ഞെട്ടിക്കുന്ന സംഭവം. നഗരത്തിൽ കാലങ്ങളായി പൂട്ടിക്കിടന്ന വ്യൂ മൗണ്ട് ഹോട്ടലിൽ വെച്ചാണ് പീഡന ശ്രമം നടന്നിരിക്കുന്നത്. കൊല്ലം പരവൂർ സ്വദേശി രാഹുൽ, തിരുവനന്തപുരം സ്വദേശി ഡാനിഷ് എന്നിവരാണ് പ്രതികൾ. ആൺസുഹൃത്തിനൊപ്പം പോവുകയായിരുന്ന പെൺകുട്ടി മഴ പെയ്തതോടെയാണ് ഹോട്ടലിലേക്ക് കയറി നിന്നത്. ഈ സമയം ഇവിടെ ഇരുന്ന് മദ്യപിക്കുകയായിരുന്ന രാഹുലും ഡാനിഷും ചേർന്ന് ആൺസുഹൃത്തിനെ അടിച്ചു വീഴ്ത്തി. പെൺകുട്ടിയെ വലിച്ചിഴച്ച് കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ഹോട്ടലിലെ 10ാം നിലയിൽ കൊണ്ടുപോയാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ഏറെ നേരം ചെറുത്തുനിന്ന പെൺകുട്ടി ഒടുവിൽ ഇരുവരുടെയും കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടുകയായിരുന്നു. നഗ്നയായി ഓടിയ പെൺകുട്ടിയെ നാട്ടുകാരാണ് സുരക്ഷിതയാക്കിയത്. പിടികൂടാൻ ശ്രമിക്കവേ ഓടി രക്ഷപ്പെട്ട ഒരു പ്രതിയെ പോലീസുകാർ പിന്തുടർന്ന് പിടികൂടി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. 3 പേരാണ് യുവതിയെ ആക്രമിക്കാൻ ശ്രമിച്ചത്. മൂന്നാമനായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കി. കൊച്ചിയിലെ പല ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങളിലും വലിയ തോതിൽ സാമൂഹ്യ വിരുദ്ധർ താവളമാക്കി മാറ്റിയിരിക്കുകയാണ്. കേസന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ രൂപീകരിച്ചിരിക്കുന്നത്. മലയാളം ടെലിവിഷൻ, കൊച്ചി. കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷറി ക്രൂയിസിൽ പോയാലോ? മിനാർ ക്രൂയിസ് കൊച്ചിൻ. എല്ലാവിധ സുരക്ഷാ മാനദണ്ഡത്തോടു കൂടിയുള്ള ഒരു ആഡംബര യാത്ര, അതും കൊച്ചിയിൽ. യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും. മിനാർ ക്രൂയിസ് കൊച്ചിൻ. ഫോൺ 8089021666 7034191993.